നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ന് വായനാ ദിനം ആചരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വായനശാലകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഇന്ന് പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമായി വായനാ ദിനം ആചരിക്കുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പി എൻ പണിക്കരുടെ ചെറിയൊരു ജീവിത കഥയാണ്. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള നിലമ്പൂരിൽ നാരായണ പണിക്കരുടെയും ജാനകി അമ്മയുടെയും മകനാണ് പി എൻ പണിക്കർ. കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെച്ചു. സ്വന്തമായി ഗ്രന്ഥശാല ഉണ്ടാക്കാനായി അദ്ദേഹം വീടുകൾ തോറും കയറി പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ 17-ാം വയസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രന്ഥശാല പിന്നീട് സനാതന ധർമ്മശാല എന്ന പേരിൽ പ്രശസ്തമായിരുന്നു. ഹയർ പാസ്സായതിനു ശേഷം നിലമ്പൂരിലെ സ്കൂളിൽ അധ്യാപകനായി പി എൻ പണിക്കർ 1945-47 ഗ്രന്ഥശാലകളുടെ സമ്മേളനം വിളിച്ചു നടത്തിയ അദ്ദേഹം 32 വർഷം ഗ്രന്ഥശാലകളുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് സാക്ഷരതാ യജ്ഞത്തിനു വേണ്ടി പ്രവർത്തിച്ചു. കാൻഫിഡിൻ്റെ സെക്രട്ടറി, സ്റ്റേറ്റ് റിസർച്ച് സെൻ്ററിൻ്റെ ഓണററി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു. 1995 ജൂൺ 19 പി എൻ പണിക്കർ അന്തരിച്ചത്. 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. അപ്പം ഇതാണ് പി എൻ പണിക്കരുടെ ചെറിയൊരു ജീവിതകഥ. ഞാനിത് ചെറുതായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള വായനശാലയിലൊക്കെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതും അതുപോലെ തന്നെ വായനാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ പുസ്തക വായനയോട്, ഇപ്പോൾ പേപ്പർ വായിക്കുന്നതാണെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതിനാണെങ്കിലും അതിനോടുള്ളൊരു താല്പര്യം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ പുറകിലാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളായിരുന്നു അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു അറിവിൻ്റെ മാർഗം. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്ട്രെസ് ഇല്ലായിരുന്നു. അവർക്ക് എന്ന് വെച്ചാൽ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. നമ്മുടെ കണ്ണുകൾക്കും തലച്ചോറിനൊക്കെ ഒരുപാട് ദോഷമാണ്. പക്ഷെ പുസ്തകം വായിക്കുമ്പം നമ്മൾ ആ വായിച്ച് കൂട്ടുന്ന അറിവ് തലച്ചോറിൽ സ്റ്റോർ ചെയ്തെടുക്കുക. അങ്ങനെ അവർക്ക് പഴയ ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് നോക്കുമ്പോൾ പുസ്തകത്തിനോടുള്ള താല്പര്യം വലിയ ആളുകളിലും അതുപോലെ തന്നെ പുതുതലമുറകളിലും കുറഞ്ഞു വരികയാണ്. ഇപ്പം എല്ലാവരും ഗൂഗിളിൻ്റെ പുറകിലാണ്. വിക്കിപീഡിയയിൽ കിട്ടുന്ന അറിവുകളാണ് അവർ നോക്കുന്നത്. ഈ നമ്മളെക്കാൾ അറിവുള്ള ആളുകളാണ് പണ്ടത്തെ ആളുകൾ. കാരണം എന്ന് വെച്ചാൽ അവർ നിരവധി ബുക്കുകൾ വായിക്കും. അതുപോലെ തന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ട് അവർ നമ്മളെക്കാൾ വലിയ അറിവുള്ളവരാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നല്ല താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ മഹാന്മാരായിട്ടുള്ള കഥ എഴുത്തുകാരുടെയും കവികളുടെയും സാഹിത്യകാരുടെയൊക്കെ പുസ്തകങ്ങൾ അവർ വായിക്കുമായിരുന്നു. അവർ ഒരുപാട് അർത്ഥങ്ങളും അവർക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഈ ഡിബേറ്റുകൾ നടത്തുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ പുതിയ വാക്കുകളും ആ വാക്കുകളുടെ അർത്ഥങ്ങളും നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഡിബേറ്റിൽ പങ്കെടുത്താൽ അത് നമ്മുടെ എതിരാളിയെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള വാക്കുകൾ വേണം, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ വേണം. അതിന് അർത്ഥമുള്ള വാക്കുകൾ, ആ സാഹചര്യത്തിന് ചേരുന്ന അർത്ഥമുള്ള വാക്കുകൾ പറയുമ്പോഴാണ് നമ്മൾ എതിരാളിയെ തോൽപ്പിച്ച് ആ ഡിബേറ്റ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗങ്ങളിൽ കയ്യടി ഉണ്ടാകണം.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള അർത്ഥമുള്ള കടുകട്ടി വാക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം സ്കൂളുകളിൽ തന്നെ, ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വായനശാലകളിൽ തന്നെ ആളുകളില്ല, അതും പ്രവർത്തന രഹിതമാണ്. ആളുകളൊന്നും വായിക്കാൻ ചെല്ലുന്നില്ല. അധികം പോകുന്നത് പ്രായമായ അപ്പൂപ്പന്മാർ ഈ പത്രം വായിക്കാനുള്ള കാര്യത്തിൽ. പിന്നെ സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ തന്നെ ലൈബ്രറി ഇല്ല. ഇപ്പോൾ ഒരു സ്കൂളിലെ ഒരു ടൈം ടേബിൾ എടുക്കുമ്പോൾ ലൈബ്രറി എന്ന് പറഞ്ഞൊരു പീരീഡ് പോലും ഒരു സ്കൂളിലും ഇല്ല. ഈ PN പണിക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും വായനശാല വേണം എന്ന് പറഞ്ഞു നടന്ന ആളാണ്. ആഗ്രഹിച്ച് അത് നടപ്പിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു രാഷ്ട്രീയക്കാർ പോലും എതിർക്കത്തില്ല. കാരണം അദ്ദേഹത്തെ എല്ലാവരും ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹത്തിൻ്റെ വായനയോടുള്ള താല്പര്യം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള താല്പര്യം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ സ്കൂളുകളിൽ തന്നെ ലൈബ്രറി ഇല്ല, ഉള്ളതും പ്രവർത്തനരഹിതമാണ്. അത് നോക്കി നടത്താൻ ആളില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം സ്കൂളുകാർ കൊടുക്കുന്നുമില്ല. അവരിപ്പം സോഷ്യൽ മീഡിയയിലും ഗെയിമിങ്ങിലൊക്കെയാണ് അവർ താല്പര്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കൂളുകളിലെ ആ ഒരു കുറവുകൾ മാറ്റണം. കുട്ടികളിൽ കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അറിവുള്ളവരാക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തക വായന അവരെ നിർബന്ധമായിട്ട് ചെയ്യിക്കണം. ഇപ്പോൾ കുട്ടികൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ വായിക്കാത്തതുണ്ട്. ഇപ്പോൾ ടീച്ചർ പുസ്തകം വായിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിറച്ച് വിക്കിയാണ് കുട്ടികൾ വായിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ ദിവസത്തിൽ ഒരു 15 മിനിറ്റ് അല്ല അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു പുസ്തകം, ഇപ്പോൾ കഥ പുസ്തകങ്ങളാണെങ്കിലും ജനറൽ നോളജായിട്ടുള്ള പുസ്തകങ്ങളാണെങ്കിലും അതുപോലെ പാഠപുസ്തകങ്ങളാണെങ്കിലും കുറച്ച് നേരം അത് വായിക്കണം, വെറുതെ എങ്കിലും വായിക്കണം. അപ്പോൾ നമുക്ക് ആ വായിക്കാനുള്ള ഒരു അറപ്പും പറയുന്നതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്ക് ഈ സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും വായന കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിനേക്കാൾ കൂടുതൽ രീതിയിലും ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്കാരിൽ, മലയാളികളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത് വിദേശികളാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ വിദേശികൾ അവർ പുസ്തകങ്ങളാണ് വായിക്കുന്നത്. മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലും പുസ്തകങ്ങൾ വായിക്കും. അതിൽ കുറച്ച് ശതമാനം ആളുകളെ മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയും സ്ട്രീമിംഗ് ആയിട്ടൊക്കെ നടക്കുന്നത്. അല്ലാതുള്ള ആളുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുസ്തകങ്ങളാണ് അവർ കൂടുതലും വായിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളും പുസ്തകങ്ങൾ വായിക്കുന്നതോട് താല്പര്യം കാണിക്കണം. ഇന്നൊരു ദിവസം മാത്രമല്ലാതെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു അരമണിക്കൂർ 15 മിനിറ്റെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ അതിനോടുള്ള താല്പര്യം കൂട്ടണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വായനാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കാണാം.